നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അരിയിൽ നിന്ന് ആശാരിച്ചിൽ നിന്ന് നായ മുറുമുറുക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ ഒരു സംഗതിയാണ് ഇപ്പോൾ ഇന്ന് നടന്നിരിക്കുന്നത്. ഇന്നലെ ഒരു 3-4 ദിവസം മുമ്പാണ് ഡൽഹിയിൽ 10 വയസ്സുകാരിയെ കാറിലിട്ട് പീഡിപ്പിച്ച പ്രതി അവനെ പീഡിപ്പിച്ച സ്ഥലത്ത് ആ ഹൈവേയിലിട്ടിട്ട് അവനെ ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോയി പോലീസുകാർ. ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഇന്ന് പോലീസിൻ്റെ തോക്ക് തട്ടിപ്പറിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. നിവൃത്തിയിലാവുന്ന പോലീസുകാരെന്ത് ചെയ്തു വെച്ചാൽ ഒരു വെടി അവൻ്റെ തുടക്കല്ല കാലിൻ്റെ മുട്ടിന് കൊടുത്തിട്ടോ. കാലിന് മുട്ടിന് കൊടുത്തതോടുകൂടി അവൻ അവിടെ വീണു. അവനെ എന്നിട്ട് ആശുപത്രി കൊണ്ടിരുന്ന ഒരു രംഗമുണ്ട്, അത് നമുക്കത് കാണാം. അൻസിലയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അൻസില, ഇതെപ്പോഴാണ് സംഭവിച്ചത്? എന്താണ് ഉണ്ടായത്? അളകനന്ദ, രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. പ്രതിയുമായി തെളിവെടുപ്പിന് പോയതായിരുന്നു പോലീസ്. ഈ 10 വയസ്സുകാരിയെ പ്രതി കാറിലിട്ട് പീഡിപ്പിച്ച ഗുരുഗ്രാം ഫരീദാബാദ് ഹൈവേയിൽ പ്രതിയുമായി തെളിവെടുപ്പിന് പോയതായിരുന്നു പോലീസുകാർ. ഈ തെളിവെടുപ്പിനിടയിൽ അടുത്തുണ്ടായിരുന്ന ഒരു പോലീസുകാരന്റെ തോക്ക് തട്ടിപ്പറിച്ച പ്രതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഈ പിന്നാലെ സ്വയരക്ഷാർത്ഥം പോലീസുകാർ പ്രതിയുടെ മുട്ടിന് താഴെ വെടിവെക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം മാധ്യമങ്ങളോട് പറഞ്ഞത്. പരിക്കേറ്റ പ്രതിയെ ഇപ്പോൾ കണ്ടല്ലോ. അതെ, ഇങ്ങനെ വേണം ഡൽഹി പോലീസ് എന്നല്ല, ഏത് പോലീസുകാരും ഇങ്ങനെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ സമാധാനപരമായിട്ട് തെളിവെടുക്കാനായിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ അവൻ അവിടെ ഒരു അതിബുദ്ധി കാണിച്ചു. അവൻ എങ്ങനെയും അവിടെ ചാടി രക്ഷപ്പെടാൻ പോലീസുകാരെക്കാളും വലിയൊരു ഒരു ഹീറോ ആകാൻ നോക്കിയാണ് അവിടെ. പോലീസിൻ്റെ തോക്ക് തട്ടിപ്പറിക്കുക, എന്നിട്ട് ചാടുക. ഈ ചില പട്ടികൾക്കൊക്കെ നമ്മൾ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഇങ്ങനെ മുറുമുറുത്തുകൊണ്ടിരിക്കും. കാരണം അതിന് കിട്ടിയതൊന്നും പോരാ എന്നുള്ള രീതിയിൽ മുറുമുറുക്കുന്ന ചില പട്ടികളുണ്ട് എന്ന് പറഞ്ഞുള്ള ഒരു പരിപാടിയാണ് ഞാൻ ചെയ്തത്. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, അരിയും തിന്ന് ആശാരിച്ചിൽ നിന്ന് നായ മുറുമുറുക്കുക എന്ന് പറഞ്ഞില്ലേ, അത് ഇത് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടില്ലേ, 10 വയസ്സായ പെൺകുട്ടി, 10 വയസ്സുകാരി എന്ന് പറയുമ്പോൾ അതിനൊരു തിരിച്ചറിവ് ആയി വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു പെൺകുട്ടീനെ മൃഗീയമായിട്ട് കാറിൻ്റെ ഉള്ളിലിട്ട് ഇവൻ പീഡിപ്പിച്ചു, ലൈംഗികമായിട്ട് പീഡിപ്പിച്ചെന്ന് തന്നെ പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു 8ന്റെ പണി പോലീസ് കൊടുത്തു. ഇവൻ അതിബുദ്ധി കാണിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോൾ പോലീസ് എന്ത് ചെയ്തു, ഒരു വെടി അങ്ങോട്ട് കൊടുത്തു. ഇപ്പോൾ വലിച്ചു കയറ്റി ആശുപത്രി കൊണ്ടുപോയി ബെഡിൻ്റെ പുറത്തോട്ട് കൊണ്ട് ഇട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവൻ അവിടെ കിടക്കട്ടെ കുറച്ച് കാലം, അവന് ചികിത്സ ചെയ്യേണ്ട. അവനെ കാലങ്ങനെ പഴുത്ത് അവിടെ അങ്ങനെ കിടക്കണവൻ. ഇനി കുറച്ച് ദിവസം ഇവൻ്റെ ഈ മുട്ടകടിക്ക് ഒരു ചെറിയൊരു മാറ്റം വരും. കാരണം അപ്പോൾ സമാധാനം ഉണ്ടാവും. വേദന കൊണ്ട് ഈ സാധനം പൊന്തി കിട്ടുക ലക്ഷം ഇടങ്ങാറാണ്. കാരണം ഈ ലിംഗം ബലം വെക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വേദന കൊണ്ട് കുറച്ച് ദിവസം അവിടെ കിടക്കുക. പിന്നെ ഇവൻ ഒന്നെങ്കിൽ ഇവനെ ജയിലിലിടുക, അടയ്ക്കുക. കാരണം ഇനി പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ അടുത്ത പരിപാടി പിന്നെ ഇതേപോലുള്ള പീഡനമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെണ്ടിത്തരോ ഒക്കെ അവൻ ചെയ്യും. എന്തായാലും ബിഗ് സല്യൂട്ട് ഡൽഹി പോലീസിന്. അങ്ങനെ വേണം ചെയ്യാൻ. കാരണം അവനെ ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ വിജയ് സെൻട്രൽ ജയിലിലൊക്കെ അവിടെ വിജയ് മുഖ്യമന്ത്രിയതിന് ശേഷം അവിടെ ചിക്കനും മട്ടനും ഒന്നുമില്ല, ഇപ്പം വെറും കഞ്ഞിയും പയറുമാണ്. കാരണം കഞ്ഞിയും പയറൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കാണ്. ഇപ്പോൾ സ്കൂളിലെ കുട്ടികൾ കഴിക്കട്ടെ ചിക്കനും മട്ടനും ബീഫും, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും. ജയിലിലുള്ളവർ കഞ്ഞിയും പയറും കഴിച്ചാൽ മതി. കാരണം ഇവനൊക്കെ തടിച്ച് കൊഴുത്ത് ഇവനെ പുറത്തോട്ട് വിട്ടു കഴിഞ്ഞാൽ ഇവനൊക്കെ പിന്നെയും എവിടെയെങ്കിലും പോയി എന്തെങ്കിലും അക്രമം കാണിക്കും. എന്ന് പറഞ്ഞ പോലെ ഇവനെയും കാലിന് മരുന്നൊക്കെ വെച്ച് ഇപ്പോൾ ആശുപത്രി കൊണ്ടിട്ടിട്ടുണ്ട്. മരുന്ന് വെച്ച് ചിലപ്പോൾ മരുന്നൊക്കെ മുറി ഉണങ്ങിയതിൻ്റെ ശേഷം ഒന്നെങ്കിൽ ഇവനെ ജയിലിൽ പാർപ്പിക്കാവും. എന്തായാലും ചിക്കൻ അവിടെ ഡൽഹിയിൽ എങ്ങനെയാണെന്നുള്ള അറിയത്തില്ല. തമിഴ്നാട്ടിൽ അതിന് വിജയ് ഒരു തീരുമാനം എടുത്തു. വിജയ് മുഖ്യമന്ത്രി അതിൻ്റെ ശേഷം അവിടെ ചിക്കനും മട്ടനൊന്നുമില്ല, കഴിക്കണ്ടെന്നേ.
കാരണം ഇവനൊന്നും നല്ല പ്രവൃത്തി ചെയ്തിട്ടില്ലല്ലോ വന്ന് കിടക്കുന്നത്, ജയിലിലാണ് വന്ന് കിടക്കുന്നത്. പുണ്യാളന്മാരൊന്നുമല്ല, വിശുദ്ധ പദവിയായിട്ട് എടുത്തുവരുന്നതല്ലോ. അപ്പോൾ വിജയ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്കൂൾ കുട്ടികൾ ഭക്ഷണം കഴിക്കട്ടെ, ചിക്കനും മട്ടനും ബീഫും, ബോൺവിറ്റ ആണെങ്കിൽ ബോൺവിറ്റ, കാരണം അവർക്കാണ് ഇന്നിപ്പോൾ അത്യാവശ്യം. അല്ലാതെ ഇതുപോലുള്ള ക്രിമിനലുകളെ തീറ്റിപ്പോറ്റിട്ട് യാതൊരു കാര്യമില്ലെന്നാണ് പറയുന്നത്. കാരണം ഇവരൊക്കെ വീണ്ടും അക്രമം കാണിക്കും പുറത്ത് വന്നു കഴിഞ്ഞാൽ. അത് വിജയ് പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. അങ്ങനത്തെ നിയമം കൊണ്ടുവരണം. അതിലെ ചിരിച്ചു കാണിക്കുന്ന മുഖ്യമന്ത്രിനെ പോലുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂർ ചിരി തന്നെ ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായില്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞത്, വേറെ ആരുമില്ല. കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ ഇപ്പോൾ, വി.ഡി. സതീശൻ. പുള്ളിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരണം. വിജയ് ചെയ്തത് നന്നായി. പക്ഷേ വിജയ് ഒരു പണി ചെയ്തു കേട്ടോ. ഈ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ഇപ്പോൾ വെള്ളം കേരളത്തിലോട്ട് വിട്ടുകൊടുക്കത്തില്ലെന്നോ അങ്ങനെ എന്തോ ഒരു വാർത്ത ഞാൻ കേട്ടിരുന്നു. അതെന്തായാലും വിജയണ്ണ ചെയ്തത് മോശമായി പോയി. കേരളത്തിൽ കിടക്കുന്ന മുല്ലപ്പെരിയാറിൻ്റെ വെള്ളം നിങ്ങൾ പിടിച്ചു വെച്ചിട്ട്, രണ്ടിൻ്റെ അതിർത്തിയാണല്ലോ മുല്ലപ്പെരിയാർ. ഈ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ തർക്കത്തിലിരിക്കുന്ന 2 സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും. അപ്പോൾ വിജയണ്ണൻ അത് ചെയ്തപ്പോൾ ശരിയായെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങളുടെ ആളുകളുടെ അഭിപ്രായമൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റിനൊക്കെ ഭയങ്കര വിലപിടിപ്പുണ്ട് കേട്ടോ. നെഗറ്റീവ് കമൻറ്റിനല്ല, പോസിറ്റീവായിട്ടുള്ള കമൻറ്റിന്. നെഗറ്റീവ് കമൻറ്റിന് വിലപിടിപ്പൊന്നുമില്ല, തിരിച്ച് വില വെക്കത്തില്ല അതിന്. അപ്പോൾ തിരിച്ച് അതിന് അങ്ങോട്ട് നിങ്ങളെന്ത് ഇങ്ങോട്ട് പ്രതികരിക്കുന്ന കമൻറ്റിൽ അതുപോലെ തന്നെ അങ്ങോട്ടും പ്രതികരിക്കും. ഓക്കെ, ശരി, ബൈ, ഗുഡ് ബൈ.